ആ അമ്മ മോനെ നീ വന്ന് കഥ തുറന്നേ. കഥക ആ വേഗം വന്ന് തുറക്ക്. ആ തുറക്കാം ആ വേഗം വാ. ആ അമ്മ ഇതെന്തു പറ്റി പെട്ടെന്ന് പറയാതെ വന്നേ? മിണ്ടരുത്, അവളുണ്ടാകത്ത്. ആ ആ ഉണ്ടാകത്തുണ്ട്. 2 ദിവസം അവൾക്ക് ലീവല്ലേ? ആ എടാ നാളെ നിങ്ങളുടെ വെഡിങ് ആ ആനിവേഴ്സറി അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആണോ? ഞാൻ 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആഹാ. അവളോട് പറയണ്ട, നീ അവളെ ആ പോയി വിളിച്ചോണ്ട് ശരി വാ. ശരി വാ, ആദ്യം അകത്തോട്ട് വാ. അമ്മ ഇവിടെ ഇരിക്കി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം അവളെ. ഇരിക്കിരിക്കും, ഇവിടെ ഇരിക്കി. ദേ, പറയണ്ട, വിളിച്ചിട്ട് വാ, ഇവിടെ ഇരിക്കാമ്മ. ആ ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് വരാം. ഇത് എന്തുവാ ഇത്? അടുപ്പി കറിയിരിക്കുന്ന ബി. എന്ത് സർപ്രൈസ് ഇത്? ഞാൻ കഴിക്കും ഇപ്പൊ. ഒരു മിനിറ്റ്. എന്ത് സർപ്രൈസ്? ഹലോ. കുറെ നേരം അതിന്റെ കണ്ണും കെട്ടിപ്പോയിട്ട് ഞാൻ അഴിക്കുന്ന ഇപ്പൊ വന്നില്ലെങ്കിലേ ഈ ഫോണും ചെയ്ത് ആരായിരിക്കും വിളിച്ചത്? ഇനി ആ തള്ള വല്ലതും ആയിരിക്കും വിളിച്ചത്. എനിക്ക് 2 ദിവസം അവധി എങ്ങാനും പറഞ്ഞാ ഇനി അപ്പൊ വേണേ കെട്ടി എഴുന്നള്ളി ഇങ്ങോട്ട് വരും. നമ്മളെ വെഡിങ് ആൻസർ ഇട്ട് മൊത്തം പ്ലാനും കുളവാകും. അവര് വന്നു കഴിഞ്ഞ് ഇതുപോലും ഒരു ശല്യമുണ്ടോ? വല്ല പൈസക്കായിരിക്കും വിളിക്കുന്നത്, അല്ലാണ്ട് അവര് വിളിക്കത്തില്ലല്ലോ. എനിക്ക് ദേഷ്യം ആയതുകൊണ്ട് ഞാൻ കണ്ണി പഴിക്കും കേട്ടോ അവന്റെ ഒരു സർപ്രൈസും സർപ്രൈസും ഒക്കെ. അടുത്ത് കറി ഇരിക്കുന്ന എനിക്കും അത് തന്നെ തള്ള വിളിച്ചത് തന്നെ, അത് തന്നെ അവനാ പോയത്. ഇതുപോലെ ശല്യം ഈ ലോകത്ത് വരെ കാണത്തില്ല. അമ്മ ഇപ്പൊ വന്ന് എനിക്ക് 2 ദിവസം അവധിയുണ്ട്. 2 ദിവസം നിന്നിട്ടല്ലേ പോകത്തുള്ളല്ലേ അമ്മ? ഓക്കേടാ, നീ എന്തായാലും അത് ചെന്ന് ചെയ്യും. ശരിയെന്നാ. ഇതെന്തു പറ്റി? വന്നുടനെ തന്നെ അങ്ങ് പോണു. ഞാൻ വീട്ടിൽ പോവാടാ. അതെന്താ? അപ്പൊ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ? നിന്റെ വെഡിങ് ആനിവേഴ്സറിയാ? ഇതുകൂടെ ഇരുന്നോട്ടെ നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക്. എടി അമ്മ എന്താടി പെട്ടെന്ന് പോയി? ചോദിച്ചപ്പോ എനിക്കൊരു തല്ലും കിട്ടി. അവന്റെ ഒരു സർപ്രൈസ് അങ്ങ്